ശ്രീ മഹേഷ്, ഇപ്പോൾ തന്ത്രിമാരുടെ മൊഴിയെടുക്കുന്നതിലേക്ക് കൂടി കാര്യങ്ങൾ പോയിരിക്കുന്നു. അതിനുശേഷം പത്മകുമാറിന്റെ മൊഴിയിൽ തന്ത്രിമാരുടെ അവിടുത്തെ സ്വാധീനത്തെക്കുറിച്ച് ഉദ്യോഗസ്ഥരും തന്ത്രിമാരും ചേർന്നുള്ള കൂട്ടുകെട്ട് എന്നുള്ള മൊഴിയൊക്കെ വന്നതായിട്ടുള്ള വിവരങ്ങൾ വരികയാണ്. അതിനിടയ്ക്കാണ് ഇപ്പോൾ ഈ അഷ്ടദിക്പാലകരെ കാണാനില്ല, ആ വിഗ്രഹം കാണാനില്ല എന്നൊരു വിവരം കൂടി പുറത്തു വരുന്നത്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട അങ്ങേക്കുള്ള അറിവ്? അതെ, അത് നമ്മുടെ വാജിവാഹനവും അഷ്ടദിക്പാലകരും ഒരേപോലത്തെ സംഭവങ്ങളാണ്. അതായത് കൊടിമരത്തിനെ സംബന്ധിച്ച് അതിനകത്തുള്ള രണ്ട് ടൈപ്പ് വിഗ്രഹങ്ങളാണ്. വാജിവാഹനം കൊടിമരത്തിന്റെ മേളിൽ വരുന്നതും അഷ്ടദിക്പാലകര് അഗ്നിവരണൻ എന്നൊക്കെ പറയുന്ന ദേവത തന്നെയാണ്. അവർക്ക് ഹവിസും ഒക്കെയുള്ള നമ്മുടെ ദേവചൈതന്യം ഉള്ള ഒരു സംഭവമാണ്. അതും വാല്യുബിൾ ആയിട്ടുള്ള സംഭവമാണ്, അതും പുരാതനമാണ്. പക്ഷെ അതിനെക്കുറിച്ചിട്ട് അദ്ദേഹം പറയുന്നില്ല. അതും അദ്ദേഹം തന്നെ കൊണ്ടുപോയതാണ്. പക്ഷെ അത് തിരിച്ചു കൊടുക്കുന്നതിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടില്ല. വാജിവാഹനം മാത്രമേ തിരിച്ചു കൊടുക്കാൻ ഞാൻ സന്നദ്ധ, എനിക്ക് തിരിച്ചു എടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുള്ളൂ. അപ്പം അത് എവിടെയെന്നുള്ളതിന് അദ്ദേഹം മാറ്റിയത് അതൊക്കെ പുതിയ കൊടിമരം പണിതപ്പോഴാണ് ഇവരത് മാറ്റിയിട്ടുള്ളത്. അതായത് ഇത് മാറ്റേണ്ട ആവശ്യമില്ലായിരുന്നു. ഞാൻ മുമ്പ് ഇതിനകത്തും പറഞ്ഞില്ല, ഇത് മാറ്റേണ്ട ഒരാവശ്യവും ഇല്ല. കൊടിമരം മൊത്തത്തിൽ മാറ്റേണ്ട കാര്യമില്ല. ഇതൊക്കെ തട്ടിപ്പറിക്കാൻ വേണ്ടിയാണ്, ഇവർ കൊള്ള നടത്താൻ വേണ്ടിയാണ് കൊടിമരം ഒരു പരപ്പനങ്ങാടി ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് ഒരു ആളിനെ വെച്ചിട്ട് ഒരു ദേവപ്രശ്നം നടത്തി ഇത് മാറ്റാനായിട്ട് തീരുമാനമെടുക്കുകയാണ്. ഒരു കോൺക്രീറ്റ് കൊടിമരത്തിൽ ഉറുമ്പരിച്ചു എന്ന് പറഞ്ഞിട്ടാണ് അവരത് മാറ്റുന്നത്. ഐസ് കട്ടയിൽ തീ കത്തി എന്ന് പറയുന്ന പോലത്തെ പച്ചക്കള്ളമാണത്. കാര്യം അങ്ങനെ ഒരു കോൺക്രീറ്റ് എങ്ങനെയാണ് ഉറുമ്പരിക്കുക? അപ്പം അങ്ങനെ ഒരു സാധനം പറഞ്ഞിട്ടാണ് ഇവരിത് മാറ്റുന്നത് തന്നെ. അപ്പൊ അതിനകത്ത് തന്നെ ഈ ഒരു വലിയൊരു സാധനത്തിന്റെ വലിയ വാല്യൂ ഉള്ള ഒരു സാധനങ്ങൾ അടിച്ചു മാറ്റാൻ വേണ്ടി തന്നെയാണ്. എന്തോ അയ്യപ്പന്റെ കാരുണ്യം കൊണ്ട് അദ്ദേഹം വാജിവാഹനം ഉണ്ടെന്ന് പറയുന്നു. പക്ഷെ അതും നമുക്ക് വിശ്വാസയോഗ്യമല്ല. ഇപ്പൊ താൽക്കാലികമായിട്ടൊരെണ്ണം ഉണ്ടാക്കിയിട്ട് ഇപ്പൊ ഉണ്ടാക്കിയവരെ കൊണ്ടൊരെണ്ണം ഉണ്ടാക്കിച്ചിട്ട് അത് വേണമെങ്കിൽ അവർക്ക് അദ്ദേഹത്തിന് തരാൻ പറ്റുമല്ലോ. അപ്പൊ പഴയതിന്റെ ആ വാല്യൂ അവിടെ വരുന്നില്ലല്ലോ, അത് വിറ്റിട്ടുണ്ടാകും. അങ്ങനെയാണെങ്കിൽ അഷ്ടദിക്പാലകരും അങ്ങനെ ഉണ്ടാകും. മാത്രമല്ല, ഈ വാജിവാഹനവും അഷ്ടദിക്കും വാർത്തതിനകത്ത് ഗുരുതരമായ ക്രമക്കേടുണ്ട്. കാര്യം ഏകദേശം 10 കിലോയോളം സ്വർണ്ണം ഇവരിത് വാർക്കാനായിട്ട് മേടിച്ചിട്ടുണ്ട്. ഭക്തജന സമൂഹങ്ങളെല്ലാം അതിനകത്ത് കൊണ്ട് സ്വർണം നിക്ഷേപിച്ചിട്ടുണ്ട്. അതിന്റെ എംബുക്ക് എടുക്കണം. അതിന്റെ എംബുക്ക് എടുത്താൽ മനസ്സിലാവും അത് ആദ്യം വാർക്കുന്നതിന് മുമ്പും വാർത്ത കഴിഞ്ഞുള്ള തൂക്കം രേഖപ്പെടുത്തിയിട്ടുണ്ടോ, അതിനകത്ത് എത്ര കിലോ സ്വർണം വന്നിട്ടുണ്ട് എന്നൊക്കെ ഉള്ളത് പരിശോധിക്കണം.